ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ തേടി വന്നൊരു കുഞ്ഞു അതിഥിയാണ് കേട്ടോ ഇത്. അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഇപ്പുറത്തേക്ക് വാറി വന്നല്ലേ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാറി വന്നേ അന്യം നോക്കിയിട്ട് ഞാൻ ഇതിനെ പോറ്റുന്ന ചെക്കൻ കൂട്ടി വന്നിനേനു. അപ്പോൾ അതിൻ്റെ പരിചയത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിനി? ഇടിക്കാക്കെടുത്തു. അപ്പോൾ ഈ പക്ഷിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ഈ പക്ഷിനെ ഒരു കുട്ടി പോറ്റുന്നതാണ്. ഈ എൻ്റെ മോൻ്റെ ഒരു ചങ്ങാതി പോറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തെല്ലാം ഇറക്കിയിട്ട് പോറ്റുന്നൊരു പക്ഷിയാണിത്. അപ്പോൾ ഇത് ആഫ്രിക്കൻ തത്തേൻ്റെ ഒരു കുഞ്ഞാണ് സംഭവം. അപ്പോൾ ഫീഡെല്ലാം കൊടുത്ത് വളർത്തിയതാണ്. അപ്പോൾ അവരിങ്ങനെ പുറത്തെല്ലാം ഇറക്കി അതെവിടെയല്ലോ പോകട്ടെ. അപ്പോൾ മിഞ്ഞാന്നെടുക്കുക എൻ്റെ മോൻ്റെ കൂടെ ഓനും ആ കുട്ടിയും വന്നിനേനു. അപ്പോൾ ആ കുട്ടി ഇതിനെയും കൂട്ടിയിട്ടാണ് വന്നിന്, മുപ്പത്ത് വെച്ചിട്ടാണ് വന്നിന്. അപ്പോൾ ഞാനന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കുറച്ച് പരിചയമുള്ള പോലെ എല്ലാം ആക്കിനേനു. അപ്പോൾ പിറ്റേത്തെ ദിവസം അപ്പോൾ അവരങ്ങ് പോയി. പിറ്റേത്തെ ദിവസം അവർ കൂടുന്ന് തുറക്കുമ്പോൾ അങ്ങനെ വിട്ടുപോയതാറ്റാന്ന് തോന്നുന്നു. അവിടുന്ന് വിട്ടപ്പാടായ എൻ്റെ അന്നത്തെ പരിചയം വെച്ചിട്ട് പറന്ന് വന്ന് ഈടെ വന്ന് എൻ്റെ മുയിപ്പിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പേടിച്ചു. പെട്ടെന്ന് ഞാൻ കാണുന്നില്ല, പക്ഷെ അതെന്നെ കാണുന്നുണ്ടാവും. ആ മരത്തിൻ്റെ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടാവും. വന്ന് മുയിപ്പത്ത് നിന്ന് പിന്നെ അന്ന് വൈകുന്നേരം ഇവിടുന്ന് പോയിനേട്ടാ. ഇവിടെ വന്ന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ റൂമിൽ തന്നെ ആക്കി. എനിക്ക് പേടി എവിടെയെങ്കിലും അഥവാ നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ അടുത്ത് വന്നതല്ലേ. അപ്പോൾ ആ കുട്ടി സ്കൂൾ പോയതാണ്, വൈകിട്ടേ വരും ചെയ്യും. അപ്പോൾ ഇവനിക്ക് പനിയായതുകൊണ്ട് ഇവൻ അന്ന് പോയിട്ടും ഇല്ല, ഇവനിവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ഫോണിങ്ങനെ കൊത്തി. നല്ല കുഞ്ഞു പക്ഷിയാണ് കേട്ടോ, നല്ലൊരു അനുസരണ. എന്താ പക്ഷീൻ്റെതായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാ കളിയും. പുറത്തേക്കൊന്നും പോകുന്നേ ഉണ്ടായിട്ടില്ല അന്ന്. നമ്മൾ വാതിലും തുറന്ന് വെച്ചിരുന്ന് അങ്ങനെ പോയിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ് പൂച്ചൻ്റെ വായിൽ അങ്ങനെ ആവണ്ടെന്ന് എഴുതിയിട്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് അന്നിതാ നമ്മളിവിടെയൊക്കെ ചോറൊക്കെ തിന്നിട്ട് വെറുതെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് അപ്പോഴത്തേക്ക് അവിടെയും ഇയാൾ വന്നിട്ട് ഇങ്ങനെ കളിച്ചു. പക്ഷേ 5:30 മണി എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്ക് പോകണം. എന്ന് വെച്ചാൽ അവർക്കറിയില്ല അവിടെ എൻ്റെ വീട് ഇതെല്ലാം കൂടാടിയാന്ന് നല്ല അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വന്ന പോലെ വിട്ട് കഴിഞ്ഞ ദിവസം അവിടെ എത്തിയിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ വീട്ടിലേക്ക് അറിയിച്ച് വേറൊരു കുട്ടി വന്നിട്ടാന്ന് ഇതിനെ കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ. പോകുന്നവരെ നമ്മളിങ്ങനെ ഫുൾ എന്താ കളി എന്ന് അറിഞ്ഞില്ല. കടലാസും കാര്യമെല്ലാം എടുത്ത് കളിയും നമ്മൾ എൻ്റെ മേത്തെല്ലാം കയറി കൊത്തലും. നല്ലൊരു പക്ഷിയാണ് കേട്ടോ, നല്ല ഫീഡ്. അപ്പോൾ ഇത് ആഫ്രിക്കനിലെ തത്തേൻ്റെ കുഞ്ഞാന്നാണ് തോന്നുന്നത് തന്നെ. ഇതാ കളറൊന്നും വന്നില്ല, ചെറിയ കുഞ്ഞല്ലേ. അപ്പോൾ എന്നെ തേടി വന്ന അതിഥിയാണ് കേട്ടോ. നമ്മൾ കൊടുത്ത സ്നേഹം അത് മനുഷ്യരെക്കാളും നന്ദി കാണിക്കുന്ന മൃഗങ്ങളാണ് കേട്ടോ. അവർക്ക് ഭയങ്കര നന്ദി. അവരോട് സ്നേഹം കാണിച്ചാൽ അവർ നമ്മളെ അന്വേഷിച്ച് വരും എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. വന്നില്ലേ? അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുപോലെ ഇളക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പൂച്ചൻ്റെ വയല ടൈപ്പ് ഉണ്ടെന്ന് എഴുതിയിട്ടിരിക്കും, സ്കൂളിലെല്ലാം പോകുന്ന കുട്ടികളല്ലേ. അപ്പോൾ അവിടുന്ന് വിട്ടാൽ ഇവിടത്തേക്ക് തന്നെയാണ് വരാനുണ്ടാവാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതിരിക്കരുത്, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോന് ഇത്രയേ ഉള്ളൂ. ബായ്. അപ്പോൾ നമ്മുടെ തത്തയുടെ കളിയും കാര്യങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ആഫ്രിക്കൻ തത്ത. കണ്ട ഇതാ, ഇത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ ഇതിന് ഇവരെല്ലാം വലിയ പേരൻസാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇതെന്നാ തോന്നുന്നത്. അപ്പോൾ അവൻ എനിക്ക് ആരോ കൊടുത്തതാവൂല ആ കുട്ടിക്ക്. അപ്പോൾ ഇതാ ലവേഴ്സാണ് കണ്ടോ അത്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെയാണ് ഒരു തത്തന്നെയാണ് ഇതും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരാം. ബായ്.